വളരെ വേദനാജനകമായി തോന്നി കാണുമ്പോൾ. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, സീബ്ര ലൈനോട് ചേർന്നായിരിക്കും മിക്കവാറും ബസ് സ്റ്റോപ്പുകൾ. അത് എത്ര ട്രാഫിക് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും മാറ്റുകയുമില്ല. ഇനി മാറ്റിയാൽ തന്നെ പ്രത്യേകിച്ച് ഡ്രൈവർമാർ അത് പാലിക്കാനോട്ട് പോകുന്നില്ല. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. എത്രയോ മരണങ്ങൾ പക്ഷെ മാറില്ല. മറ്റൊരിടത്ത് മരണമുണ്ടാകുമ്പോൾ അത് അവിടെയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ നാളെ അത് ഞാൻ ഓടിക്കുന്ന വാഹനത്തിന് മുമ്പിലും ആവാം എന്ന് ഒരിക്കലും ഒരു ഡ്രൈവറും ചിന്തിക്കുന്നില്ല. അതുപോലെ ഒരു അപകടമാണ്. വളരെ ഒരു കുരുന്ന് സ്കൂളിൽ നിന്നും ഓടി വീട്ടിലേക്ക് പോകുമ്പോൾ, അതും സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ, സീബ്ര ലൈനിന് മുകളിൽ ബസ് നിർത്തിയ ബസ് ഡ്രൈവർക്കും അറിയില്ല, കുട്ടി ഇടിച്ചിരിപ്പിച്ച കാറുകാരനും അറിയില്ല സീബ്ര ലൈൻ എന്തിനാണെന്ന്. നിയമം പാലിക്കാനല്ലെങ്കിൽ പിന്നെന്തിന്? അതാണ് നമ്മുടെ കേരളം. ഒരിക്കൽ നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ നിയമങ്ങൾ പാലിക്കപ്പെടില്ല. ഇത്തരക്കാരെ കണ്ടെത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഗതാഗത വകുപ്പിന് ബസ്സുകാർക്ക് പറയാനൊരു ന്യായം ഉണ്ടാകാം. കാരണം ഞങ്ങൾക്ക് 5 മിനിറ്റ് ഇടപെട്ട് ബസ്സുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒന്നേ ഉള്ളൂ, മരണപ്പാച്ചിലുകൾ പായുമ്പോൾ ആരാന്റെ കുഞ്ഞിനെ ഇടിച്ചിരുന്ന ഓരോ വാഹനങ്ങളും ഇപ്പോൾ ഈ വാഹനം ഇടിച്ച് നിർത്താതെ പോയ ആ കാറുകാരന്റെ വീട്ടിലും ഉണ്ടാവാം. മക്കൾ, അമ്മ, സഹോദരങ്ങൾ ഒക്കെ. അങ്ങനെ ഏതോ ഒരു കുടുംബത്തിലെ മകനാണ്, സഹോദരനാണ് ആ നടുറോഡിൽ വീണ് കിടന്നത്. പക്ഷേ ആ ഇടിച്ചിട്ടും നിർത്താതെ പോയ